മേമന നമ്പൂതിരി ഇൻകം ടാക്സ് ഓഫീസർ എന്റെ ശാരംഗര ചിരിക്കാതെ പിന്നെ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവോ? ഞാൻ അവിടെ എത്തുന്നതുവരെ അവനെ വിടരുത്. എന്ത് തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പിടിച്ചു നിർത്തണം. അത്രയും മതി. ഞാനിത് എത്തിക്കഴിഞ്ഞു. അങ്ങേരെവിടെ ഇൻകം ടാക്സ്? നോവുണ്ട്. നമസ്കാരം, ഞാൻ എം ബാഹുലേയൻ. വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞ് അറിഞ്ഞായിരുന്നു. ദയവേത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം. സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ്. പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സാർ? ഞാൻ ഇങ്ങോട്ട് വരിക. ഒരു സ്ഥലം അങ്ങോട്ട് ഉറപ്പിക്ക. ഇനി തുടരുക. ഇക്കാലത്ത് 10-15% സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ, ശരിയല്ലേ? അതെ. ഒരല്പം വിട്ടുവീഴ്ച, ഏത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ് സാർ. കനിയണം. ഇതുപോലൊക്കെ കെഞ്ചിയരുന്ന് കാല് പിടിക്കുമെന്നാണോ തന്റെ വിചാരം? എടോ, ഈ ബിനാമി ഇടപാട് മാത്രമല്ല, ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി നടത്തുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകം ടാക്സിന്. അയ്യോ, ഈ 1,05,00,000 ട്രാൻസാക്ഷനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യുപകാരം തന്നെയാ. അത് തന്നവർക്ക് അതിലും വലുതെന്തോ സാധിച്ചു കൊടുത്തതിന്റെ ഒരു ഉപകാര സ്മരണ. ശരിയായിട്ട് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒരു ഇഷ്ടദാനം തന്നെയാ. ഒറ്റ ചില്ലി ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത്രയും വലിയ കരാർ ഇഷ്ടദാനമായിട്ട് തന്നാൽ അത് പിന്നീട് സംശയം ഉണ്ടാക്കുള്ളൂ എന്ന് കരുതി കുറച്ചു തുക ഞാൻ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു. ചേട്ടാ, ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അയാളുടെ പോക്കറ്റ് ടാപ്പ് കാർഡുണ്ട്. നീ മിണ്ടാരിയടാ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിലവിളിക്കുന്നത്. നോമ്പ് അറിഞ്ഞത് മുഴുവൻ ആ യന്ത്രത്തിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ തിരുമേനി? അങ്ങനെ തെളിവൊക്കെ നോമ്പ് തന്നെ അങ്ങോട്ട് തന്ന സ്ഥിതിക്ക് ഇനി സിവിലായോ ക്രിമിനലായോ കേസെടുക്കാം. അസ്കിതല്ലേച്ചാ, അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം കൂടി അങ്ങോട്ട് ആവാം. ഗോപി, ഈ വരുന്ന സാറ് ചോദിക്കുന്ന 4-5 ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം. ചെറുപ്രായത്തിൽ നമ്പൂരി കൗവീനത്തിൽ മുള്ളിട്ടില്ലേ, അതിപ്പോൾ ഇവിടെ വെച്ച അണ്ടർവെയറിൽ ഞാൻ ജയിക്കും. ഗോപി, തൊട്ടങ്ങ്. ഇൻകം ടാക്സ് ഏത് ഡിവിഷൻ, ഏത് സർക്കിൾ, ഏത് വാർഡ്, എന്താ അതിന്റെ ഡെസിഗ്നേഷൻ, ആരാ അതിന്റെ സീനിയർ, വേർ ഇസ് യുവർ ഓർഗനൈസേഷൻ, വാട്ട്സ് യുവർ നെയിം? പേര് വേണോ നമ്പൂരി? ഞാൻ കരവന, അല്ല മേമന, സെയിൽസ് ടാക്സ്, അല്ല ഇൻകം ടാക്സ്. ഈ വാർഡ്. ഈ വാർഡോ? ബാഹു, പോലീസിനെ വിളിക്ക. സത്യദാസനെ തന്നെ വിളിക്കാം. അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാട്ടിലോട്ട് കൊണ്ടുപോയിക്കോളും. ഐ റിപ്പീറ്റ്, വേർ ഇസ് യുവർ ഓർഗനൈസേഷൻ, വാട്ട്സ് യുവർ ഡെസിഗ്നേഷൻ? സത്യദാസേ, എടോ ഞാനാണോ ബാഹുലേയൻ? താൻ ഉടനെ ഒന്ന് വരണം. എന്റെ വീട്ടിലേക്കല്ല, എന്റെ കോപ്പറ ശാരംഗധരന്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെയുണ്ട്. ഒരു കോൾ ഉണ്ടോ, താൻ ഉടനെ വരണം. ഞാൻ പോണു. എന്താടോ? ഞാൻ പോണു. എടോ, ഞാനൊന്ന് മാറിയപ്പോ എന്താണോ എനിക്ക് സംസാരിക്കാൻ സമയമില്ല ബാഹു, ഞാൻ പോണു. ഞാൻ പോണു. ഗോപി, അയ്യോ, ഞാൻ ഒന്നിനുമില്ലേ. ഓടിക്കളിക്കാതെ കാര്യം പറയണോ. ഗോപി ഇനി വരില്ല. എന്താണ് കാര്യം? ഗോപി നമ്മെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഗോപി എന്ന് നമുക്ക് മനസ്സിലായി. പകരം നോമും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇത് CBI ഐഡന്റിറ്റി കാർഡ്. നോം അതിൽ ഓഫീസർ പേര് വിക്രം. കുട്ടിക്കാലത്ത് ബാഹുലേയൻ കൗബീനത്തിൽ മുള്ളിയിട്ടില്ലേ? ഉണ്ടേ. ഇപ്പൊ അണ്ടർവെയറിലും ആകാം. ഒന്നു മാത്രമല്ല, രണ്ടും. അയ്യോ, CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അസലായി. താങ്ക് യു സർ. മേമന നമ്പൂതിരി പൊടി പഠിച്ചു എന്ന് പറഞ്ഞാൽ അധികാവില്ല. ഇറ്റ്സ് മൈ പ്ലഷർ. എന്നിട്ടിപ്പോ ആ തിരുമാലികൾ എവിടെ ഉണ്ട്? 3 പേരും, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശാരംഗധരൻ, ബാഹുലേയൻ, വളരെ സേഫായി കസ്റ്റഡിയിലുണ്ട്. ഒരു 24 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നല്ല പദം വരും. പിന്നെ ചോദ്യം ചെയ്താൽ ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരവും വരും. കസ്റ്റഡിയിലാണെങ്കിലും അവർ ഓണം മുടക്കണ്ട. ഇല്ല സർ, 2 കൂട്ടം പായസം അടക്കം സദ്യ തന്നെയാണ് നാളെ തിരുവോണമായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത്. വെരി ഗുഡ്. പിന്നെ നമ്പൂരിയുടെ വേഷവിധാനം വടക്കു നോക്കിയന്ത്രം ഉൾപ്പെടെ ചാക്കോയുടെ കൈ ഭദ്രം. ആവശ്യമുള്ളപ്പോൾ ഇനി ഉപകരിക്കും. റൈറ്റ് സർ, നാളെ രാവിലെ 9 മണിക്ക് ബാംഗ്ലൂർക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ പോയാ ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്താൻ കുടുംബത്തോടൊപ്പം ഓണസദ്യ. കാര്യമാണ്. അതെ. താങ്ക് യു സർ.
See you tomorrow. ഓക്കെ സർ. I wanted to congratulate you once again. You have become an expert in disguising. താങ്ക് യു സർ. ബാംഗ്ലൂരിൽ ഇത്തവണ പഴയ പോലെ ഓണാഘോഷമൊക്കെ ഉണ്ടോ? പിന്നെ അസോസിയേഷന്റെ ഇപ്രാവശ്യത്തെ മാവേലി ഞാനാ. കലക്കി. കാസറ്റ് ഇറക്കുന്നുണ്ട്. എങ്കിൽ ഗംഭീരായി. കൊട. വലിയൊരു കോളുണ്ട്, ഉടനെ എത്തണമെന്ന് ബാഹുലയൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നപ്പോ കോബ്രദറുടെ വീട്ടിൽ ആരുമില്ല, പൂട്ടിയിരിക്കുന്നു. ബാഹുലയന്റെ വീട്ടിൽ ചെന്നപ്പോ ബാഹുലയനുമില്ല. അയാളുടെ ഭാര്യ ആകെ ടെൻഷനായിരിപ്പുണ്ട്. തരാൻ തെളിവൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരിപ്പോ CBI കസ്റ്റഡിയിലാണെന്ന്. ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം റിലീസ് ചെയ്തേ പറ്റൂ. അതിനൊരു മാർഗമേ ഉള്ളൂ. എന്ത്? അയാളുടെ ഭാര്യയെ വിളിച്ചിട്ട് രാത്രി ഇയാൾ എന്ത് ചെയ്യാനാ? ആ കഴിവെങ്കിൽ വിളിക്കടോ, ബാക്കി ഞാൻ ചരച്ചോളാം. ആ എടുത്ത് കുത്തി വിളിക്കേ. ടാക്സി പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. 9 മണിക്കാ ഫ്ലൈറ്റ്. ഇനി ഫ്ലൈറ്റ് എങ്ങനെ മിസ്സാവൂ? അഥവാ മിസ്സായാലും ഇത്തവണ ഇവിടെ ഉണ്ണാലോ. ഊണ് അടുത്ത വർഷമാവല്ലോ മിസ്റ്റർ ഗണേഷ്. ഇതല്ല, ബാംഗ്ലൂർ മലയാളി അസോസിയേഷന്റെ ഇത്തവണത്തെ മഹാബലി ഞാനാ. സാറോ? എന്താ എന്റെ രൂപ അതിന് ഇണങ്ങുന്നതല്ലേ? ആ വേഷവിധാനങ്ങളൊക്കെ ഇട്ട് എന്നെ ഒന്ന് കാണണം. പോരുന്നോ? ഇല്ല. ആ ടാക്സി കാണുന്നില്ലല്ലോ. തിരുവോണത്തിന് ഹർത്താലായിരിക്കുമോ? ഇതുവരെ പതിവില്ല. ആ ഇനി അത് ആയിക്കൂടുന്നില്ലല്ലോ. സാറിന് ആളെ മനസ്സിലായി? മനസ്സിലായി. സത്യദാസ്, പഴയ ദേവദാസിന്റെ മകൻ. മിസ്സിസ് ബാഹുലയുടെ പരാതി പ്രകാരമാണ് ഞാൻ വന്നത്. അവരുടെ ഭർത്താവ്, അനിയത്തി, അനിയത്തിയുടെ ഭർത്താവ്, അങ്ങനെ 3 പേർ നിങ്ങളുടെ അൺഓതറൈസ്ഡ് കസ്റ്റഡിയിലാണ്. ഇമ്മീഡിയറ്റ് ആയി അവർ റിലീസ് ചെയ്യണം. നമ്പൂരി കൊല്ലത്തിൽ പൊറോട്ട് നാടകം കളിച്ച് ആളെ പറ്റിക്കാൻ നാണമില്ലൂടെ തനിക്ക്? അവരെ ഉടൻ റിലീസ് ചെയ്യണം, ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിക്കേ? ബലവാൻ. അവിടുത്തെ ആ ബലം താങ്ങാനുള്ള ബലം ഈ ശരീരത്തിന് ഉണ്ടാവുമോ? കസ്റ്റഡിയിലുള്ളവരെ വിട്ടുതരില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. എന്നാൽ അവരെ വേഗം വിടറോ. അതിനു മുമ്പ് ചെറിയൊരു ജോലി സാറ് തീർക്കാനുണ്ട്. രാധാദേവി അറിയോ? മിസ്സസ് ടി രാധാദേവി, ഇവിടുത്തെ മജിസ്ട്രേറ്റ്. മാഡത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് സാറിന്റെ ഫ്രണ്ടിനെ ഫാമിലിയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ആ ഉത്തരവ് പിൻവലിക്കാൻ സാറ് മജിസ്ട്രേറ്റിനോട് കൽപ്പിച്ചാൽ ഹോൾ ഫാമിലിയെ ആഘോഷപൂർവ്വം ആനയിച്ച് കൊണ്ടുപോകാമല്ലോ. അല്ലേ മിസ്റ്റർ ചാക്കോ? അതെ, ആവാലോ. അതന്നെ. കുട്ടിസ്വാമി, സാപ്പാടുക്ക് ഗസ്റ്റ് എടുക്ക്. തിരുവോണം തന്നെ പായസം ചേർത്ത് ഭേഷ സാപ്പിട്ട് പോലെ. ചക്രവ്യാധി ഒന്നുമില്ല.